പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷൻ ചരിത്രത്തിലാദ്യമായി UDF പിടിച്ചെടുത്തു. തുരുത്തിക്കാട് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ബിജു ടി ജോർജാണ് UDFനായി മല്ലപ്പള്ളി ഡിവിഷൻ പിടിച്ചെടുത്തത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷന്റെ ചരിത്രത്തിലാദ്യമായി UDFന് സീറ്റ് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഡോക്ടർ ബിജു ടി ജോർജ്. രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് തൻ്റെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞതെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഞാൻ UDFന്റെ വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ വ്യാപരിച്ചു. അതിൻ്റെ അനുകൂലമായ ഫലം എനിക്കും അത് അനുഭവിക്കാൻ കഴിഞ്ഞു. താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ ബന്ധുക്കളും തനിക്കായി നിശബ്ദ പ്രചരണം നടത്തിയെന്ന് ഡോക്ടർ ബിജു ടി ജോർജ് പറഞ്ഞു. ഞാൻ ഈ ഉൾപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തിലുപരിയുള്ള മേഖലകളിൽ നിന്നുള്ള ധാരാളം വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ വിദ്യാർത്ഥികൾ, അവരുടെ ബന്ധുക്കൾ, അതൊരു വലിയൊരു ബലമായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ നിശബ്ദമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് എനിക്ക് ഒന്ന് ചോദിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കായിപ്പോയി. കാര്യം സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. പിന്നീട് നമ്മൾ സ്ക്വാഡ് വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു. പിന്നീട് വരുന്ന സ്ഥാനാർത്ഥി പറയുകയാണ്. ഈ ദിവസങ്ങളിലൊന്നും ഒരാളോട് ഫോൺ ചെയ്ത് പോലും പറയാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ എൻ്റെ വിദ്യാർത്ഥികൾ, എന്നെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ്. അതിനു മുമ്പ് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ എനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി രാഷ്ട്രീയം മറന്നുകൊണ്ട് അവരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടായി. രാഷ്ട്രീയം മറന്നാണ് മുൻ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചത്. കൂടാതെ പാർട്ടിയുടെ വർദ്ധിത പിന്തുണയും തനിക്ക് ലഭിച്ചു എന്ന വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. പാർട്ടിയുടെ വർദ്ധിച്ച പിന്തുണയായിരുന്നു. കാര്യം മുഴുവൻ നേതാക്കന്മാരും വളരെ ഒറ്റ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പാർട്ടി മിഷണറി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം അവരെ ഉണർന്ന് പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് മല്ലപ്പള്ളിയെ പോലുള്ള ഒരു ഡിവിഷനിൽ ഇതുവരെയും വിജയം കൈവരിക്കാനായിട്ട് UDFന് കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് UDFന് ഇവിടെ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞത്. അതിന് മുഴുവൻ നേതാക്കന്മാരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. UDF സംവിധാനം ശരിക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചു. അത് തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിന് കാരണമായി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. LDF സ്ഥാനാർത്ഥിയായ SP സുബിൻ ഉത്തമനായ ഒരു സുഹൃത്തും വിദ്യാർത്ഥിയുമാണ്. തങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം മറയ്ക്കാൻ ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് സാധിച്ചില്ല. രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോകുമെന്നും തങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് തിരഞ്ഞെടുപ്പ് ഒരു ഭംഗവും വരുത്തിയിട്ടില്ലെന്നും ഡോക്ടർ ബിജു ടി ജോർജ് പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ അത് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. സുബിൻ എൻ്റെ ഒരു ഉത്തമമായ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഡിഗ്രി കാലത്ത് എൻ്റെ ഏറ്റവും ഉത്തമനായ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകരോടുള്ള ബഹുമാനവും അധ്യാപകരോടുള്ള സ്നേഹവും അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള അങ്ങനെയുള്ള ആൾക്കാരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ നിലയിൽ തീർച്ചയായിട്ടും സുബിൻ SV എൻ്റെ ഉത്തമനായ സുഹൃത്താണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എതിർ ചേരിയിലുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും സുബിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിന് യാതൊരു ഭംഗവും വരാതെ അത് അപങ്കരം തുടരും.